Hey guys, welcome back to Wayanadan blog. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു തനി നാടൻ ഫുഡാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പുളിയട എന്ന് പറയും. നമ്മുടെ തോട്ടിലെ ചെറുമീനുകളും അതുപോലെ തന്നെ പ്രത്യേകം പുളിയിലയും വെച്ചിട്ടുണ്ടാക്കുന്ന അതിമനോഹരമായിട്ടൊരു ഡിഷ്. ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. പണ്ടത്തെ ആൾക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഞാനൊന്നുമല്ല ഇത് കണ്ടുപിടിച്ചത്, പണ്ടാരോ കണ്ടുപിടിച്ചാണ്, ഞാൻ ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താക്കാം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് നേരം കൂട്ടുകാഴ്ചകൾ. മീൻ പുളിയുടെ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യം ചെറുമീനുകളാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നാടൻ ശൈലിയിൽ ഒരു പാത്രത്തിൽ കുറച്ച് ഓർമ്പറ്റിട്ട് അതിന് മുകളിലൊരു തുണി കെട്ടി അതിന് ചെറിയൊരു ഓട്ടയിട്ട് ആ രീതിയിലാണ് നമ്മൾ മീനെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്നെ ചെറുമീനുകൾ വന്ന് കയറിക്കോളും. പിന്നെ നമുക്ക് ആവശ്യമായത് പുളിയിലയാണ്. നമ്മുടെ കുടംപുളീൻ്റെ ഇലയല്ല ഈ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കാണുന്ന ഈ ഒരു രീതിയിലുള്ള പുളിയിലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കളക്ട് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം എന്താ വെച്ചാൽ ഫുള്ള് മുള്ളാണ്. ഒരു വള്ളിയാണ്, അതിൽ ഫുള്ള് മുള്ളാണ്. ഈ ഇലയിൻ്റെ ബേക്കിലടക്കം മുള്ളാണ്. അപ്പോൾ നമ്മൾ ഇത്രയെങ്കിലും കളക്ട് ചെയ്യണം, എന്നാലേ നമുക്ക് ആ മീൻ പുളിയിടയ്ക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ആ ഒരു പുളി ഇലേൻ്റെയും കാര്യങ്ങളും എല്ലാം ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത്രയെങ്കിലും നമ്മൾ കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച പാത്രത്തിൽ ഏകദേശം മീൻ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായ മീനെ നമ്മൾ നാടൻ രീതിയിൽ തന്നെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ വൃത്തിയാക്കണം. നല്ല രീതിയിൽ തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. നമ്മൾ സാധാരണ മീൻ വൃത്തിയാക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. നമുക്ക് മീൻ പുളിയുടെ ഉണ്ടാക്കാൻ മെയിനായിട്ടുള്ള വേണ്ട സാധനങ്ങളാണ് ഉപ്പ്, കാന്താരി മുളക്, തേങ്ങ, ചിരകിയ തേങ്ങ. ഇനി നമ്മൾ എന്താക്കുക, നമ്മുടെ പുളിയില നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ അരകല്ലെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഒരു വീഡിയോയ്ക്ക് ഒരു നല്ലൊരു വിഷ്വൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ അരകല്ലിൽ തന്നെ എടുത്ത് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ അരച്ചതിന് ശേഷം, നമ്മൾ പുളിയില അരച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കാന്താരി മുളകും കൂടി കൂട്ടി അരയ്ക്കുക. ഇത് നന്നായിട്ട് അരച്ച് കഴിയുമ്പോൾ കുറച്ച് തേങ്ങ ഇങ്ങോട്ട് കൂട്ടി നമ്മൾ അരച്ചെടുക്കുക. നന്നായിട്ട് നമ്മുടെ പുളിയിലയും കാന്താരി മുളകും തേങ്ങയും ഉപ്പും എല്ലാം നന്നായി അരച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താക്കുക, അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അത് നമ്മൾ വൃത്തിയാക്കി വെച്ച മീനിലേക്ക് അത് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മളത്. നമ്മൾ മീൻ പുളിയുടെ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് മെയിൻ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പൊടികളോ അല്ലെങ്കിൽ എരിവിന് വേണ്ടി മുളക് പൊടിയോ മസാലപ്പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. നാച്ചുറലായിട്ട് പുളിയിലയും പച്ചമുളകും ഉപ്പും തേങ്ങയും മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മളൊരു ഇല എടുക്കുക, ഒരു വാഴയില എടുക്കുക. നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ അതിനൊന്ന് ശരിക്കും നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ശരിക്കും നമ്മൾ ആദ്യം ഒരു ബോൾ രീതിയിൽ നമ്മൾ കറക്റ്റ് മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുറച്ചെടുത്ത് അതിൻ്റെ ആവശ്യമനുസരിച്ച് ഒരു അടയ്ക്ക് എത്ര വലുപ്പത്തിന് ആവശ്യമുണ്ടോ അത്ര തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ സാധനങ്ങളെടുത്ത് നമ്മൾ എന്തൊക്കെ കറക്റ്റ് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നന്നായിട്ട് പരത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലൊരു ഇല കൂടി വെക്കുക. അതിന് നന്നായിട്ട് അമർത്തി, രണ്ട് ഇലയും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നന്നായിട്ട് അമർത്തി വെക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ അടുപ്പിൽ ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിന് മുകളിൽ ഒരു ഇല വെക്കുക. ഇതിന് കാരണം എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മുടെ ആ ചൂട് എത്തി നമ്മുടെ അട കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അടിയിലൊരു ഇല വെക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച അട ഈ ഒരു ഇലയുടെ മുകളിൽ വെക്കുന്നു.
അതിനുശേഷം മുകളിലൊരു നമ്മളൊരു പാത്രം വെക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചൂട് പുറത്തു പോകാതിരിക്കാനും അതുപോലെ തന്നെ കറക്റ്റ് വേവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ മുകളിൽ പാത്രം വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇളം ചൂടിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു നമ്മൾ സാധാരണ ഒരു അട ഉണ്ടാക്കുന്ന ടൈം ഒരു ഏകദേശം ഒരു 2, 3, 4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കണം. നമ്മൾ എന്താണ് നമ്മുടെ അടേൻ്റെ അവസ്ഥ അറിയുമ്പോൾ തുറന്നു നോക്കണം. അതിനുശേഷം നമ്മളത് മറിച്ചിടണം. വൺ സൈഡ് നമ്മൾ എന്താക്കണം, മറിച്ചിടാൻ വേണ്ടിയിട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ, അതായത് നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ നമ്മൾ അടി വെച്ച പോലെ തന്നെ മുകളിലൊരു ഇല കൂടി വെക്കുക. ഇത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ മറിച്ചിടുന്ന ടൈമിൽ ഈ നമ്മൾ പുതുതായി വെച്ച ഇല അടി വരാൻ വേണ്ടിയിട്ടാണിത്. എന്നിട്ട് സാധാരണ പോലെ തന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ പാത്രം വെക്കുക. എന്നിട്ട് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കുക, ടൈം കൊടുക്കുക. നമുക്ക് ഒരു ഏകദേശം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ടൈം കൊടുത്ത് കഴിയുമ്പോൾ ഇത് നല്ലോണം ഒരു ഒരു സ്മെല്ലൊക്കെ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കറക്റ്റ് അതിൻ്റെ പാകമായിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ കറക്റ്റ് ഒരു വേവിൽ അതിൻ്റെ മുകളിലൊരു ചെറിയ കറുപ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എന്നാലും അത് കറക്റ്റ് ആ വേവാണ്. ആ മീനിലും കാര്യങ്ങളും എല്ലാം ആ വേവ് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇതാണ് നമ്മുടെ മീൻ പുളിയട. ഉണ്ടാക്കാൻ സിമ്പിളാണ്, അതുപോലെ തന്നെ അത്രയ്ക്ക് ടേസ്റ്റുമാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതുമേറുന്ന വ്യത്യസ്തമായ കാഴ്ചകളും വിഭവങ്ങളുമായി ഞങ്ങളുടെ നിങ്ങളുടെ മുമ്പിലെത്താം. കുറച്ച് നേരം കൂടുതൽ കാഴ്ചകൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നേരം വരെ ബൈ.